സർ, വെടിക്കെട്ടിൽ അനേകായിരം ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ടും ചിലർ പറയുന്നു തൃശ്ശൂർ പൂരം നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആചാരലംഘനം ആകുമെന്നൊക്കെ. യഥാർത്ഥത്തിൽ ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. ഒരു 10 വയസ്സ് മുതൽ 40-45 വയസ്സ് വരെ ഏതാണ്ട് എല്ലാ കൊല്ലവും എന്ന പോലെ പൂരത്തിന് പോകുന്ന ഒരാളാണ്. പൂരം ആഘോഷിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം. അത് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങും. സാമ്പിൾ വെടിക്കെട്ട്, പൂരം പ്രദർശനം, പന്തൽ പണി, ഇതൊക്കെ ആസ്വദിക്കുന്ന ആളുകളാണ് ഞാൻ. മേളം, ഇതൊക്കെ രാവിലെ മുതൽ രാത്രി വരെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരെ ഉച്ച വരെ ഞങ്ങൾ പൂരപ്പറമ്പിലുണ്ടാവും. അതിനിടയ്ക്കൊന്ന് വീട്ടിലൊന്ന് ഭക്ഷണം കഴിച്ച് പോകും. അങ്ങനെയൊക്കെയുള്ള സംഗതിയാണ്. പൂരം ഒരു വലിയ ആഘോഷമാണ്. അത് ചടങ്ങ് എന്നതൊരു കാര്യമാണ്. അത് അതിനകത്ത് അമ്പലവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചടങ്ങാണ്. ബാക്കിയൊക്കെ ആഘോഷമാണ്. ജനങ്ങളുടെ പങ്കാളിത്തമുള്ള, ഒരുപാട് പണം ചെലവാക്കുന്ന, ഒരുപാട് വ്യാപാര സാധ്യതകളുള്ള, അത് നമ്മൾ കാണണം, വ്യാപാര സാധ്യതകളുള്ള ഒരു ഉത്സവമാണ്. ജനങ്ങൾ ആഘോഷിക്കാൻ താല്പര്യവുമാണ്. തെരുവിലിറങ്ങുക, ഇങ്ങനെ പോവുക. പക്ഷെ പലപ്പോഴും അതിലൊരു പരാതി വരാറുള്ളത് സ്ത്രീകൾക്ക് അതിൽ പങ്കാളിത്തം കിട്ടാറില്ല. പുരുഷാരമാണ് ഉണ്ടാവുക എന്നൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അതെന്തായാലും അതങ്ങനെ ഒരു ആഘോഷമാണ്. പക്ഷെ പ്രശ്നം 200 വർഷത്തിലേറെയായി പൂരം എന്ന് പറയുന്നത്, എനിക്കതിൻ്റെ കണക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവും, ശക്തൻ തമ്പുരാൻ്റെ കാലം മുതലുള്ളതാണ് എന്ന് പറയും. പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളത്, കഴിഞ്ഞ 200 കൊല്ലമായ ഒരു ആചാരം നമ്മൾ തുടരുമ്പോൾ ഈ ആചാരം നടക്കുന്ന സ്ഥലത്തിൻ്റെ മാറ്റം നമ്മൾ കാണണം. 200 കൊല്ലം മുമ്പുള്ള തൃശ്ശൂരല്ല ഇപ്പോഴത്തെ തൃശ്ശൂർ. ഇന്ന് തൃശ്ശൂർ ഓരോ വർഷവും ഓരോ നിമിഷം എന്ന പോലെ തൃശ്ശൂരിന് ചുറ്റും ആളുകളുടെ ജനസാന്ദ്രത കൂടിക്കൊണ്ടിരിക്കുക. സ്ഥാപനങ്ങൾ വളർന്നു വരുന്നു, ആശുപത്രികൾ, മറ്റ് വിദ്യാലയങ്ങൾ, അങ്ങനെ നിരവധി ആളുകളുടെ എണ്ണം, ഫ്ലാറ്റുകൾ ഒക്കെ നിറയാണ്. ഒരു 10-25 കൊല്ലം മുമ്പുള്ള തൃശ്ശൂർ പോലും അല്ല ഇപ്പോൾ. അപ്പം അത്രയും ജനസാന്ദ്രത കൂടി വരുന്നു തൃശ്ശൂരിൽ. 2 ചൂട് കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഫലമായി ചൂട് കൂടി വരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ആനകളെ കൊണ്ടുവരുന്നതിനെതിരായിട്ട് വലിയ തോതിലുള്ള ഒരു പ്രചരണമുണ്ട്. ആനകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് യാതൊരു സംശയമില്ല. ആനയ്ക്ക് പൂരം നന്നാവണമെന്നൊന്നുമില്ലല്ലോ. ആനയ്ക്കായിട്ട് തീറ്റ കിട്ടണമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പറയും ആനയ്ക്ക് പൂരം, അതൊന്നുമില്ല. നമുക്കാണ് പൂരം നന്നാവണമെന്നും ആന എഴുന്നള്ളിക്കണമെന്നും ഒക്കെ ഉള്ളത്. കാണാനൊക്കെ ഒരു ചന്തമൊക്കെയാണ്. കുടമാറ്റം വളരെ ഗംഭീരമായൊരു പരിപാടിയാണ്. ഒരുപക്ഷെ ലോകത്തിൽ അങ്ങനെ ഒരു വിസ്മയം ഉണ്ടാവില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് വളരെ ഗൗരവതരമായി ആലോചിക്കണം. അതിനുള്ള പല സിഗ്നലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇന്നലെ മുണ്ടത്തിക്കോട് 15 പേര്, ഇപ്പോൾ ഇതുവരെ 15 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. കൂടുതൽ ആളുകൾ ആശുപത്രിയിലുണ്ട്. കുറേ അധികം ആളുകളുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. നമുക്കറിയില്ല. എന്തായാലും വളരെ 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 ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ആനകളെ പീഡിപ്പിക്കുന്ന പൂരവും വെടിക്കെട്ടി തകർക്കുന്ന മനുഷ്യജീവനുകളും നമുക്ക് വേണം. അവിടെയാണ് ചോദ്യം. 100 വർഷം മുമ്പാണ് ശ്രീനാരായണ ഗുരുദേവൻ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞത്. കരിയുടെയും കരിമരുന്ന്, അന്ന് ഇന്നത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ജനസാന്ദ്രതയോ ഒന്നും ഇല്ലാത്ത കാലത്ത് പോലും എന്തിനാണ് ഒരു മൃഗത്തെ ഉപദ്രവിക്കുന്നത്, എന്തിനാണ് മനുഷ്യൻ്റെ ചെവി പൊട്ടിക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല, രാത്രി 10 മണി കഴിഞ്ഞാൽ രാവിലെ 6 മണി വരെ ഒരു തരം സ്ഫോടനവും പാടില്ല എന്നൊരു സുപ്രീം കോടതി വിധി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. കാലത്തിന് മുന്നേ സഞ്ചരിച്ചാണ് അദ്ദേഹത്തിന്റെ വാക്ക്. അതെ, ഇപ്പൊ സുപ്രീം കോടതി വിധി, ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശം മുതൽ സുപ്രീം കോടതി വിധി വരെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമ്മൾ ആചാരങ്ങളെ നമ്മൾ ഇങ്ങനെ തന്നെ കാണണോ എന്നുള്ള ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത് കേവലം ഒരു ആചാരത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെതിരായിട്ടോ ഉള്ളൊരു സംഗതിയല്ല. ഇന്നത്തെ ഭൗതിക സാഹചര്യം, ഇപ്പോൾ മുണ്ടത്തിക്കോട് അപകടം തന്നെ നമ്മൾ എടുക്കുക. യഥാർത്ഥത്തിൽ നിയമം പാലിച്ച് മാത്രമാണ് ഞങ്ങൾ 2016 മുതൽ, കാരണം 2016 പുറ്റിങ്ങലിൽ 100-ലധികം ആളുകൾ കൊല്ലപ്പെടുന്നത്. ഇത് വീണ്ടും വീണ്ടും തുടരുന്നത്. അതിന് മരട് വെടിക്കെട്ട് ഉണ്ടാവുന്നു, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ തുടരുന്നത് ഇന്നത്തെ കാലാവസ്ഥയ്ക്കും ഇന്നത്തെ ജനസാന്ദ്രതയ്ക്കും നഗരത്തിനും യോജിച്ചതാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടി, ഒന്നാമത്തെ കാര്യം വന്നത് എല്ലാം നിയമപരമായാണ് ചെയ്യുന്നത്. പെസോ പോലെയുള്ള പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് ഓർഗനൈസേഷൻ്റെ സംഗതി ഉണ്ടല്ലോ, അവരുടെ അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇന്നലത്തെ ഒറ്റ വിഷയം മാത്രം എടുത്താൽ, മുണ്ടത്തിക്കോടിൽ ഒറ്റ വിഷയം മാത്രം എടുത്താൽ, അവിടെ പടക്ക നിർമ്മാണം നടത്തുന്നത് ഒരു നിയമവും പാലിച്ചായിരുന്നില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. പെസോ നിയമം വായിക്കുന്ന ആർക്കും മനസ്സിലാവും. എന്താ കാര്യം? അവിടെ പെസോ നിയമം എന്തൊക്കെ ഉണ്ടെന്നറിയോ? നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസ് വേണം, മനുഷ്യരിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് വേണം, അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം, 2 ഷെഡുകൾ ഉണ്ടെങ്കിൽ ഷെഡ് എങ്ങനെയായിരിക്കണം, 2 ഷെഡുകൾ തമ്മിലുള്ള ദൂരം എത്രയായിരിക്കണം, ഓരോ ഷെഡിൽ സൂക്ഷിക്കാവുന്ന അളവ് എത്രയായിരിക്കണം, ഇതിൻ്റെ വെടിമരുന്നിൻ്റെ, അവിടെ എത്ര ആളുകൾക്കാവാം, അവിടെ എന്തെല്ലാം സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, അവിടെ എത്ര ഫയർ എഞ്ചിൻ തൊട്ടടുത്തുണ്ട്, ഇവർക്ക് ഓടി രക്ഷപ്പെടാൻ വഴിയുണ്ടോ, ഫയർ എഞ്ചിന് വരാൻ വഴിയുണ്ടോ, ഇങ്ങനെ 100 കണക്കിന് പ്രശ്നങ്ങൾ ഈ പെസോയുടെ റെഗുലേഷനിലുണ്ട്. 2008 ഏറ്റവും ഒടുവിൽ റെഗുലേഷൻ വന്നത്.
ഈ റെഗുലേഷനൊക്കെ അവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളത് 100%. 150% ഉറപ്പാണ്. ഇപ്പൊ അവർ കഴിഞ്ഞ തവണ സർക്കാരിന്റെ ഒരു അനാസ്ഥയല്ലേ? അല്ല, സർക്കാരിന്റെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരാം. സർക്കാരുകൾ ഇതിലൊരു നിസ്സഹായതയുണ്ട്. കാരണം ആദ്യം പറയാം, ഞാൻ സർക്കാരിനെ മാത്രമേ കുറ്റം പറയില്ല. എന്താ കാര്യം, സർക്കാരും ജനപ്രതിനിധികളൊക്കെ നിസ്സഹായരാണ്. കാരണം ഇതൊരു വൈകാരികമായ വിഷയമാക്കി ഉയർത്തുകയാണ്. പൂരം ഞങ്ങളുടെ വൈകാരമാണ്, അതുകൊണ്ട് ഇപ്പോൾ കുറേ ജീവൻ പോയാലും കുഴപ്പമില്ല, കുറേ ആളുകൾ ആനകൾക്ക് ദുരിതം അനുഭവിച്ചാലും കുഴപ്പമില്ല, വെയിലുണ്ടായി. ഇപ്പം 2016 മുതൽ നിയമത്തിൽ ചില നിഷ്കർഷകൾ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങളായി. കാരണം വെടിക്കെട്ടിൻ്റെ കലാശം എവിടെ വേണം, എത്ര ദൂരെ ആളുകൾ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ ഈ വെടിക്കെട്ട് കാണുമ്പോൾ ഒരു കാര്യം പറയാം, വെടിക്കെട്ട് തുടങ്ങി ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളൊക്കെ ചെയ്കൊത്തും പറ്റില്ല, ഒരാൾക്ക് പൊത്തില്ല. അപ്പൊ പിന്നെ എന്താ നടക്കണമെന്ന് അറിയില്ല. ആകെ ഒരു പുകയും വെളിച്ചവും മാത്രമേ ഉള്ളൂ, വെടിയും പുകയും മാത്രമേ അവിടെ ഉള്ളൂ. നമ്മൾ കണ്ണ് പോലും ചിലപ്പോൾ തുറന്നു പിടിക്കാൻ പറ്റില്ല. കാരണം രാവിലെ 3 മണിക്കൊക്കെ ഉറക്കവും പകുതി ഒക്കെ ആയിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. ഞാനിത് തന്നെ അനുഭവിക്കുന്നുണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഇത് ഇപ്പോൾ പുതിയ ചൈനീസ് അതുപോലെയുള്ള മറ്റ് പുതിയ സംവിധാനങ്ങളുണ്ട്, ലേസർ പോലെയുള്ള സംവിധാനങ്ങളിൽ. ലോകം മുഴുവൻ അങ്ങനെയാണ്, ലേസർ സംവിധാനത്തിലാണ് ഇപ്പോൾ വെടിക്കെട്ടും കൈകളും. നമ്മൾ IPL ഒക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ആകെ ഒരു കളിയൊക്കെ കഴിയുമ്പോൾ ഒരു 4 അടിക്കുമ്പോൾ 6 അടിക്കുമ്പോഴും ഇങ്ങനെ ഇതൊക്കെ അവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് സാധ്യതയുണ്ട്. രണ്ടാമത്തെ വിഷയം, നിയമം പാലിക്കുക എന്നുള്ളത് ഇവിടെ വിഷയമേ അല്ല. നിയമം പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിയമം ലംഘിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാവുന്നു മുണ്ടത്തിക്കോടെങ്കിലും. ഇനി ഒരു ചോദ്യമുണ്ട്, ഈ നിയമം പാലിക്കണമെന്ന് പെസോ ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലോ, ഈ മുണ്ടത്തിക്കോട് അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് നിയമം പാലിക്കണമെന്ന് പെസോ ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലോ, ഇത് നിർത്തിവെക്കാൻ പറഞ്ഞാലോ, എന്തായിരിക്കും തൃശ്ശൂർ ഉണ്ടാവാൻ പോണ പ്രശ്നം? ഹിന്ദു ആചാരങ്ങൾ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ. പണ്ടൊരു 2024 പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ തെരഞ്ഞെടുപ്പ് വിഷയം നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയമായി. അപ്പൊ അത്തരത്തിൽ വളരെ അപകടം പിടിച്ച ഒരു സംഗതി നഗരത്തിന് മധ്യത്തിൽ നടത്തണോ എന്ന ചോദ്യം നിയമവിരുദ്ധമായി. ഇപ്പൊ അവരിപ്പോ പറയുന്നത് ഞങ്ങളുടെ മറ്റേ മാഗസിൻ വളരെ ഗംഭീരമാണ്, ഞങ്ങൾക്ക് നേരത്തെ കൊണ്ടുവച്ചാൽ മതി. ഞാനൊരു ലളിതമായൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത 1% നോക്കിയാൽ, നഗരത്തിലാണ് ഇതുണ്ടായെങ്കിലോ, നഗരത്തിൽ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് ഈ പ്രശ്നം ഉണ്ടായെങ്കിലോ, ഉണ്ടാവില്ല. നിങ്ങൾ എങ്ങനെ പറയും? തൃശ്ശൂർ പൂരത്തിന് തന്നെ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്, അമിട്ടുപൊട്ടി നാട്ടുകാരുടെ ഇടയിലേക്ക് കൊണ്ടിട്ടുണ്ട്. കുറേ മുമ്പാണ് അമിട്ടുപൊട്ടി. ഇപ്പോൾ ഇന്നലെ കണ്ണൂർ ഒരു സ്ഥലത്ത് അതുപോലെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടു, അമിട്ടുപൊട്ടി നാട്ടുകാരുടെ ഇടയിലേക്ക് വീണാനുള്ള സ്ഥിതി എന്താ? അന്ന് 7 പേര് അവിടെ വെച്ച് മരിച്ചിട്ടുണ്ട്. അവിടെ CMS സ്കൂൾ എന്ന് പറഞ്ഞ ഇതിൻ്റെ മുമ്പിൽ മരിച്ചിട്ടില്ല. എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കളൊക്കെ കയ്യിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെയാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി വന്നിട്ടുള്ളത്. പല വിധികളുണ്ട്. ഒന്ന് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മുൻകരുതൽ നിയമം. നിങ്ങളൊരു അപകടം ഉണ്ടാവുമെങ്കിൽ, അത് ഇതിൽ മാത്രമല്ല ഏത് കാര്യത്തിലും ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. 1% ചാൻസ് എങ്കിലും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ സമ്മർദ്ദത്തിന് പുറത്ത് സുപ്രീം കോടതി പോലും ചിലപ്പോഴും വഴങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. സുപ്രീം കോടതി വിമർശിക്കാമോ എന്ന് എനിക്കറിയില്ല. ഈ ജനകീയ സമ്മർദ്ദത്തിന് പുറത്ത് സുപ്രീം കോടതി പോലും വഴങ്ങുകയും ചില വ്യാഖ്യാനങ്ങൾ നൽകി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നടത്തുകയാണ്. ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്? പൂരം എന്തായാലും ഇപ്പോൾ വെടിക്കെട്ട് വേണ്ടാന്ന് എല്ലാവരും സമ്മതിച്ചു. ഇത്തവണ വെടിക്കെട്ട് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. പാറമക്കാവ് പോലും ചിലർ പറയുന്നു പൂരം നടത്തണമെന്നാണ്. പൂരം നടത്തണം. ഞാൻ ചോദിക്കട്ടെ, കോവിഡ് കാലത്ത് എന്താ ഇത്? കോവിഡ് കാലത്ത് എന്താ ആചാരം ഉണ്ടായിരുന്നു ഇവിടെ? ആരെ കുട മാറി? എല്ലാം സൃഷ്ടിക്കുന്ന മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഈ ആചാരം എന്ന് പറയുന്നത് വേണമെങ്കിൽ മനുഷ്യ ജീവന് വില നൽകണമെങ്കിൽ സർക്കാരിന്റെ നിബന്ധന ഉള്ളത് കൊണ്ട് മാത്രമല്ലേ കോവിഡ് കാലത്ത് വന്നേ. ഒരുപാട് ആചാരങ്ങൾ നമ്മൾ തിരുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്നുവെങ്കിൽ അവിടെ ഈ ആചാരങ്ങളിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. ഞാൻ പൂരം വേണ്ടാന്ന് പറഞ്ഞില്ല, മേളം വേണ്ടാന്ന് പറഞ്ഞില്ല, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ മനുഷ്യജീവൻ, ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്നലെ മുണ്ടത്തിക്കോട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? മരുന്ന് ഉണക്കാനിട്ടിരുന്നു, തീ പിടിച്ചത് അങ്ങനെയാണ്. വല്ലാത്ത ചൂടാണ്. തീർച്ചയായിട്ടും ഇപ്പം ഈ വർഷം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വാർമിങ് ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ കൂടിയോണ്ടാണ്. അപ്പം അങ്ങനൊരു സമയത്ത് ഇങ്ങനൊരു കാര്യം ചെയ്യാമോ? ഒരു കാര്യം ചെയ്യാൻ പാടില്ലല്ലോ. 24 വർഷമായിട്ട് അപകടമല്ലേ? 24 വർഷമായിട്ട് അപകടമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വണ്ടി ഓടിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞ മാതിരിയാണ്. 20 കൊല്ലം ഡ്രൈവ് ചെയ്തു, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ 21ാമത്തെ കൊല്ലം ഉണ്ടായിക്കൂടെ? അപ്പോൾ ശ്രദ്ധിക്കണ്ടേ, ഞാൻ 20 കൊല്ലം ഓടിച്ച ആളാന്നുള്ളത് കൊണ്ട് ഒരു കാര്യമില്ല. 21ാമത്തെ കൊല്ലം ഞാൻ ഓടിക്കുമ്പോൾ പണ്ടോടിച്ച റോഡാണോ, പണ്ടോടിച്ച വണ്ടിയാണോ, എൻ്റെ ശരീരം അതിനനുസരിച്ചാണോ, എൻ്റെ ശ്രദ്ധ അതിനനുസരിച്ചാണോ? അതുകൊണ്ട് 20 വർഷം ഓടിച്ചു എന്നുള്ളത് ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലല്ല. 20 വർഷത്തെയും കൂടി എക്സ്പീരിയൻസ് നിങ്ങളിതിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. ഇവിടെയും എന്തൊക്കെ രീതിയിൽ തൃശ്ശൂരിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം എന്ന് ഒരു അപകടം സംഭവിക്കുമ്പോഴെങ്കിലും വേണം.
രണ്ടാമത്തെ ഒരു വിഷയമുള്ളത് ഇപ്പം അതിന് ഇപ്പം സർക്കാർ വളരെ സുഖമായിട്ട് രക്ഷപ്പെട്ടു. എന്താണെന്നറിയോ? ഒരു കമ്മീഷൻ നിയമിച്ചു. കമ്മീഷൻ 1 വർഷം എടുക്കും റിപ്പോർട്ട് എടുക്കാൻ. അതിലേക്ക് മറ്റേ സർക്കാരായിരിക്കും, അതാ ഏത് സർക്കാരെങ്കിലും മറ്റേ സർക്കാരായിരിക്കും. നമ്മൾ ഓർക്കോ അടുത്ത പൂരത്തിന് ഇത് ആരെ ഓർക്കണേ? ഇതാരും ഓർക്ക് പോലുമില്ല. ഇപ്പൊ ബോട്ടപകടത്തിന് കമ്മീഷനെ വെച്ചു. ആ ബോട്ടപകടം കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പുറ്റിങ്ങൽ ഇതിനെക്കുറിച്ച് ഇന്നലെ ഒരു ചാനലിൽ ഇന്നാണ് നമ്മൾ ഓർക്കുന്നത്, ഇന്നലെയാണ് നമ്മൾ ഓർക്കുന്നത്, ജസ്റ്റിസ് വി എസ് ഗോപിനാഥന്റെ ഒരു കമന്റ് ചെയ്യാനുണ്ട്. അദ്ദേഹം പുറ്റിങ്ങൽ അന്വേഷണ കമ്മീഷനായിരുന്നു. അന്ന് കൊടുത്ത എന്തെങ്കിലും നിയമങ്ങൾ ഇവിടെ പാലിച്ചു? ഒന്നും പാലിച്ചിട്ടില്ല. ഇന്നും ഇപ്പോൾ നിയമം ലംഘിക്കുന്നുണ്ട്, കൃത്യമായി നിയമം ലംഘിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ പറയുന്നത്, നിയമവും ജനങ്ങളുടെ സുരക്ഷയും ഒരു വൈകാരിക വിഷയമായിട്ട് എടുക്കാൻ പാടില്ല. അതിനപ്പുറത്ത് നമ്മൾ കാണേണ്ടത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സാധനം വേണമെങ്കിൽ എങ്ങനെ വേണം, എന്തെല്ലാം ചെയ്യണം എന്ന നിയന്ത്രണങ്ങൾ. ഇപ്പോൾ ആനയുടെ കാര്യത്തിലായാലും എനിക്ക് വലിയ ആശങ്കയുള്ള ഒരാളാണ്. തെച്ചിക്കാവ് രാമേന്ദ്രനെയൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന് കണ്ണും കാണില്ല, ഒന്നും വയ്യാത്തൊരു ആന. അതുപോലെയുള്ള ആനകൾ പലരും വരിക. ആനകൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആനകളും അവർ വന്യജീവികളാണ്. ഒരിക്കലും ആന മെരുങ്ങിയൊരു ജീവിയല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യനും അതോടൊപ്പം തന്നെ ഈ മിണ്ടാപ്രാണികൾക്കും നാശം സൃഷ്ടിക്കുന്ന ഈ ആചാരങ്ങൾ നമ്മൾ തിരുത്തി കുറിക്കേണ്ടത് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും എന്തൊക്കെ തിരുത്തൽ വേണമെന്ന് യുക്തിബോധത്തോടെ ആലോചിക്കണം, വൈകാരികമായിട്ടല്ല. പൂരം എൻ്റെ വികാരമാണ് എന്ന് വെച്ചല്ല ആലോചിക്കേണ്ടത്. എങ്ങനെയെങ്കിലും പൂരം നടത്തണം എന്നല്ല വേണ്ടത്, എങ്ങനെയെങ്കിലും സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് നമ്മുടെ മുൻഗണന. ഏതിലാണ് നമ്മുടെ മുൻഗണന എന്നതാണ് ചോദ്യം. അതാണ് ഗാന്ധി പറഞ്ഞ പോലെ യുവർ പൊളിറ്റിക്സ് ഈസ് യുവർ പ്രയോറിറ്റി. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി മനുഷ്യജീവൻ സംരക്ഷിക്കണം എന്നാണ്. മനുഷ്യജീവൻ സംരക്ഷിച്ചുകൊണ്ട് പൂരം നടത്തണം എന്ന് പറയുമ്പോൾ മനുഷ്യജീവൻ സംരക്ഷിക്കുന്നത്, മൃഗങ്ങളുടെ ഇത് സംരക്ഷിക്കുന്നത് പ്രയോറിറ്റി ആണെങ്കിൽ അതിനനുസരിച്ച് പൂരത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്.